പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിലെ +2 റിസൾട്ട് ഈ വരുന്ന മെയ് 21-ാം തീയതി പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. +2 കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്ന ഒരു മേഖലയാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഡിഗ്രി കോഴ്സുകൾ. BA, BSc, BCom, BBA, BSW, BCA പോലുള്ള കോഴ്സുകളിലേക്കാണ് വിദ്യാർത്ഥികൾ കൂടുതലായി പോകാറുള്ളത്. കഴിഞ്ഞ അക്കാദമിക് വർഷം മുതൽ കേരളത്തിൽ നടപ്പിലാക്കി വന്നിട്ടുള്ള 4 വർഷ ഡിഗ്രിയാണ്. 4 വർഷ ഡിഗ്രിയുടെ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ 2025 അഡ്മിഷൻ പ്രോസസ്സ് എന്ന് മുതൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ ഈ ചാനലിലൂടെ കേരളത്തിലെ 4 വർഷ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപേക്ഷ പ്രോസസ്സ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ട് കോളേജുകളുണ്ട്. ഇതിൽ ആദ്യം നമുക്ക് 2 തരം കോളേജുകളായിട്ട് തിരിക്കാവുന്നതാണ്. ഒന്ന് ഓട്ടോണമസ് കോളേജ്, അടുത്തൊന്ന് നോൺ ഓട്ടോണമസ്. ഓട്ടോണമസ് കോളേജ് എന്ന് പറയുമ്പോൾ ഈ ഓട്ടോണമസ് കോളേജിലെ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത് അതാത് കോളേജുകളായിരിക്കും. ഓട്ടോണമസ് കോളേജ് പറഞ്ഞാൽ അവർക്ക് സ്വയംഭരണ അവകാശമുണ്ട്. കേരളത്തിൽ ഫറൂഖ് കോളേജ്, മഹാരാജാസ് കോളേജ്, ദേവഗിരി കോളേജ് പോലുള്ള കോളേജുകളാണ് ഓട്ടോണമസ് കോളേജ്. അവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സ്, അവിടുത്തെ അപേക്ഷ ക്ഷണിക്കുക, അതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത് ഓട്ടോണമസ് കോളേജ് ആയിരിക്കും. ഇവിടുത്തെ പരീക്ഷ നടത്തുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഓട്ടോണമസ് കോളേജ് ആയിരിക്കും. എന്നാൽ ഇത് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ ലഭിക്കാൻ പോകുന്നത്. ഇനി നോൺ ഓട്ടോണമസ് കോളേജ് ഉണ്ട്. നോൺ ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്നത് ഓട്ടോണമസ് അല്ലാത്ത കോളേജാണ്. ഇതിൽ തന്നെ ഗവൺമെന്റ് കോളേജ് ഉണ്ട്, എയ്ഡഡ് കോളേജ് ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട്. ഈ ഓട്ടോണമസ് കോളേജിലും ഗവൺമെന്റ് കോളേജും എയ്ഡഡ് കോളേജും സെൽഫ് ഫിനാൻസിങ് കോളേജും ഉണ്ട്. ഇവിടങ്ങളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇതിൽ ഓട്ടോണമസ് കോളേജിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് അവർ സ്വന്തമായിട്ട് നടത്തും. എന്നാൽ നോൺ ഓട്ടോണമസ് കോളേജിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് നടത്താൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നടത്തും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നടത്തും. MG യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയി നടത്തും. കേരള യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയി നടത്തും. ഇതിന്റെ അഡ്മിഷന് അപേക്ഷ ക്ഷണിക്കുന്നത് മറ്റൊക്കെ എപ്പോഴായിരിക്കും? നിങ്ങളുടെ +2 റിസൾട്ട് വന്ന് ഒരാഴ്ചക്കകം അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിൽ കേരളത്തിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളിലേക്ക്, ഡിഗ്രി കോഴ്സ് എന്ന് പറയുമ്പോൾ 4 ഇയർ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുന്നതാണ്. കേരള സർക്കാർ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് +2 റിസൾട്ട് വന്ന് വിത്തിൻ 7 days എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ തന്നെ ഇതിന്റെ അഡ്മിഷൻ നടപടികൾ ഓരോ യൂണിവേഴ്സിറ്റികളും ആരംഭിക്കുന്നതാണ്. ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ തന്നെ വയനാട് ജില്ലയുടെ മാനന്തവാടി മേഖലയിലുള്ള കോളേജുകളൊക്കെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വയനാട്, കാലിക്കറ്റ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലയിലെ കോളേജുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ. MG യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കോട്ടയം, ഇടുക്കി, അതുപോലെ തന്നെ പത്തനംതിട്ട, എറണാകുളം ജില്ലയിലുള്ള കോളേജുകളാണ് ഏതിൽ പെടുക? MG യൂണിവേഴ്സിറ്റി പെടുക. കേരള യൂണിവേഴ്സിറ്റിയിൽ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലെ കോളേജുകളാണ് കേരള യൂണിവേഴ്സിറ്റി പെടുക. ഈ ഇവിടങ്ങളിലെ കോളേജുകളിലേക്കുള്ള അഡ്മിഷന് അതാത് യൂണിവേഴ്സിറ്റി അവരുടെ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് മുഖേനയാണ്, പോർട്ടൽ മുഖേനയാണ് അപേക്ഷ ക്ഷണിക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ ആണെങ്കിൽ ഒരു ഉദാഹരണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊക്കെ കോളേജുകളുണ്ടോ അതിലേക്ക് നമ്മൾ ഒരുമിച്ചാണ് ഇതിലേക്ക് അപേക്ഷിക്കുക. ഒറ്റ അപേക്ഷയിൽ നമ്മൾ +1 അഡ്മിഷന് അപേക്ഷ കൊടുത്തതുപോലെ തന്നെയാണ് ഈ 4 യൂണിവേഴ്സിറ്റിയിലെയും അഡ്മിഷൻ പ്രോസസ്സ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപേക്ഷ ക്ഷണിച്ച് മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി കോളേജിൽ ക്ലാസ് തുടങ്ങുന്നതിന് വരെയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് യഥാസമയം എത്തിക്കുന്നതിന് ഈ ചാനൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതിനാൽ തന്നെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.